ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഗുഡ്സിനായാലും അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സിനായാലും ഈവൻ എക്സ്പെൻസിന് വരെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. GST ക്ലെയിം ചെയ്തെടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു സംശയമാണ്, പലതരം എക്സ്പെൻസുകൾ വരാമല്ലോ ബിസിനസ്സിൽ. ഇതിൽ നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ്, ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഫ്യൂവൽ, ഇപ്പോൾ അതെന്താ പറയുക, പെട്രോളായാലും ഡീസലായാലും ഒക്കെ നമ്മൾ വാങ്ങിക്കും. ഹ്യൂജായിട്ട് എമൗണ്ട് നമ്മൾ അതിനുള്ള പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ഫ്യൂവൽ എക്സ്പെൻസിന്, അത് പെട്രോൾ ഡീസൽ മുതലായ പർച്ചേസ് ചെയ്യുമ്പോൾ ആ എമൗണ്ടിൽ നമുക്ക് GST ക്ലെയിം വരുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ GSTയുടെ ഡെഫിനിഷൻ മുന്നത്തെ ഒരു സീരീസിൽ പറഞ്ഞിരുന്നു. അതിൽ ആൽക്കഹോളിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു, അത് സ്റ്റിൽ GSTയിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പെട്രോള്, ഡീസല്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ മുതലായ വിഭവങ്ങളൊന്നും തന്നെ സ്റ്റിൽ ഇപ്പോഴും GSTയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിപ്പോഴും സ്റ്റേറ്റ് വാറ്റിലും സെൻട്രൽ എക്സൈസിലും തന്നെയാണ് ഇപ്പോഴും അതുള്ളത്. അത് GSTയുടെ പരിധിയിൽ വരുന്നതല്ല. അത് ഇപ്പോഴും സ്റ്റേറ്റ് വാറ്റിലും സെൻട്രൽ എക്സൈസിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പർച്ചേസുകൾ, അത്തരം എക്സ്പെൻസിന് നമുക്ക് GST ലഭിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത സീരീസിൽ ഓരോ ഐറ്റത്തിൻ്റെ റേറ്റുകളെ പറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇനിയും നമുക്ക് വീഡിയോസിൽ കാണാം. ഫോർ മോർ ഡീറ്റെയിൽസ് സ്റ്റേ ട്യൂൺ വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. നല്ല സക്സസ്ഫുള്ളായിട്ട് ഒരുപാട് പേര് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് ആളുകൾ എന്താ പറയുക, അങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. GST പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായിട്ട് ക്യാപിടാക്സുമായിട്ട് കണക്റ്റഡായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു.